ലോകത്തിന്റെ ഏറ്റവും മുകളിൽ ആകാശം തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിൽക്കുമ്പോൾ സഫ്രീന ലത്തീഫ് എന്ന മലയാളികളുടെ കാഴ്ച മങ്ങിയിരുന്നു. പക്ഷേ ലക്ഷ്യം മുമ്പൊരിക്കലും ഇത്രത്തോളം വ്യക്തമായിരുന്നില്ല. മധുരം പുരണ്ട കൈകളും മാതൃഹൃദയമുള്ള ഒരു ഹോം ബേക്കറിക്കാരിയുമായ സഫ്രീന ഒരു ദിവസം തന്റെ കേക്ക് ഉപകരണങ്ങൾ ക്രാമ്പിളുകൾക്കായും തുളച്ചു കയറുന്ന ഹിമാലയൻ കാറ്റിൽ ഉലയുന്നതിനായി ഫോണ്ടന്റിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ കൈകൾ മാറ്റുമെന്ന് ഒരു കാലത്ത് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ചരിത്രം കാത്തുവച്ചത് മറ്റൊരു നിമിഷമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള വെങ്ങാട് സ്വദേശിയും ഖത്തറിൽ താമസിക്കുന്ന സഫ്രീന 5 ദിവസം മുമ്പ് നടന്നു കയറിയത് ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു. 2025 മെയ് 18 കേരളത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ വനിതയായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടെ കൊടുമുടി കീഴടക്കിയതിന് മാത്രമല്ല അവരുടെ കഥയെ അസാധാരണമാക്കുന്നത്. ആത്മവിശ്വാസത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും സഫ്രീന എവറസ്റ്റിന് മുകളിലെത്തിയത്. മരണമേഖലയിലും നേരിടുന്നത് മുതൽ രുചികരവും മനോഹരവുമായി കേക്കുകൾ ഉണ്ടാക്കുന്നതുവരെ സഫ്രീന സ്ത്രീകൾക്കൊരു പ്രചോദനമായി മാറി. ലോകമെമ്പാടുമുള്ള പലരെയും പോലെ കോവിഡ്-19 മഹാമാരി കാലത്ത് ഖത്തറിലെ ദോഹയിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ സർജനായ ഭർത്താവ് ഡോക്ടർ ഷെമിൽ മുസ്തഫയെയും സഫ്രീനയും ഇടവേളയെടുത്തു. ലോകം ബേക്കിംഗിലേക്ക് ബിഞ്ച് വാങ്ങിങ്ങിലേക്കും തിരിഞ്ഞപ്പോൾ ഞങ്ങൾ ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞു, സഫ്രീന ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്റ്റാമിന ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ജിമ്മിൽ ചേർന്നു. ലോകം നിശ്ചലമായിരുന്ന ആ സമയത്ത് ഉള്ളിലെവിടെയോ പഴയ സ്വപ്ന പർവ്വതങ്ങളുടെ മർമ്മരം ഞാൻ കേട്ടു. വെറും 4 വർഷത്തിനുള്ളിൽ സഫ്രീന ടാൻസാനിയയിലെ കിളിമഞ്ചാരോ, അർജന്റീനയിലെ അക്കോൺകാഗ്വ, റഷ്യയിലെ എൽബ്രസ് എന്നീ മലനിരകൾ കീഴടക്കി. കസാക്കിസ്ഥാനിലെ മഞ്ഞുമൂടിയ ഹിമാനികളിൽ പോലും പരിശീലനം നേടി. ഓരോ കയറ്റവും എവറസ്റ്റിന് ഒരു പടി അടുത്തേക്കെത്തിയിരുന്നു. ഉയരത്തേക്കാൾ ഉയർന്ന വില, അതായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നതിലെ ആദ്യ വെല്ലുവിളി. ഫിറ്റ്നസിനെ കുറിച്ചോ ഉയരത്തിലേക്ക് എത്താനുള്ള അധ്വാനത്തിനും അതിനായുള്ള ക്ഷമയ്ക്കും മാത്രമല്ല, സാമ്പത്തികവും വൈകാരികവുമായ ഒന്നുകൂടിയാണത്. എവറസ്റ്റിൽ കയറുന്നതിനായി പണം നൽകുന്നതിനായി സഫ്രീനയ്ക്കും ഭർത്താവിനും ബാംഗ്ലൂരുവിലെ അവരുടെ അപ്പാർട്ട്മെന്റ് വിൽക്കേണ്ടി വന്നു. എവറസ്റ്റ് കയറ്റിയതിന് ആകെ $80,000 ചെലവായി. തീരുമാനം എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇതിനായുള്ള സ്ഥാപനത്തിന് ഞങ്ങൾ ആദ്യത്തെ $68,000 നൽകിക്കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, പിന്നോട്ടു പോകാനില്ല, ഇനി മലയും ഞാനും മാത്രം. 2025 ജനുവരി ആയപ്പോഴേക്കും തയ്യാറെടുപ്പുകൾ കൂടുതൽ കർശനമായി. ഭർത്താവിന് പരിക്കേറ്റതിനാൽ സഫ്രീന ദോഹയിൽ ഒരു പ്രത്യേക പരിശീലകന്റെ കീഴിൽ തനിച്ച് പരിശീലനം ആരംഭിച്ചു. ഞാൻ എൻ്റെ പരിശീലകനോട് എനിക്ക് മസിലുകൾ വേണ്ട എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ആ മസിലുകൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. ജീവിതത്തിലെ ആ കയറ്റം ഏപ്രിൽ 12 ആരംഭിച്ചു. അന്ന് സഫ്രീന എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചു. ഏപ്രിൽ 28 ക്യാമ്പ് 1 യാത്ര ആരംഭിച്ചു. മഞ്ഞുമൂടിയ ദുർഘടമായ പാതയിലൂടെ 16 മണിക്കൂർ ഇഴഞ്ഞു നീങ്ങൽ. ഓരോ കയറ്റവും കഠിനമായിരുന്നു. ക്യാമ്പ് 1 മുതൽ ക്യാമ്പ് 2 വരെ. ക്യാമ്പ് 3 ഒരിടവേള. ശരീരം പതുക്കെ ക്രൂരമായ താപനിലയോടും അന്തരീക്ഷത്തോടും പൊരുത്തപ്പെട്ടു. എന്നാൽ യഥാർത്ഥ പരീക്ഷണം അപ്പോഴും മുന്നിലായിരുന്നു. മെയ് 14 കൊടുമുടിയിലേക്ക് കയറാൻ കാലാവസ്ഥ നോക്കിയപ്പോൾ സംശയം ഉടലെടുത്തു. ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു, ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ഞാൻ മുന്നോട്ടു പോയി, അവർ പറഞ്ഞു. ക്യാമ്പ് 3 7100 മീറ്റർ ഉയരത്തിൽ ഓക്സിജൻ അത്യാവശ്യമായി. മരണമേഖല എന്നറിയപ്പെടുന്ന ക്യാമ്പ് 4 കയറ്റം ഒരിക്കലും മറക്കാനാവില്ല. 2 ദിവസം മുൻപ് മരിച്ച ഒരു ഫിലിപ്പീനോ പർവ്വതാരോഹന്റെ മൃതദേഹവും മറ്റ് നിരവധി മൃതദേഹങ്ങളും ഞാൻ കണ്ടു. എന്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. ഞാൻ ഭയന്നു.